ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് കൊല്ലം ജില്ലയെക്കുറിച്ചാണ്. സ്ഥാപിതമായ വർഷം 1949 ജൂലൈ 1. കൊല്ലം ജില്ല അറിയപ്പെട്ടിരുന്നത് തെന്മഞ്ചി, ദേശങ്കിനാട്, ജയസിംഹനാട്, അറബിക്കടലിൻ്റെ രാജകുമാരൻ, ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്നു. വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനം. മലബാറിൽ കൊല്ലം അറിയപ്പെട്ടിരുന്നത് പന്തലായനി. തിരുവിതാംകൂറിൽ കൊല്ലം അറിയപ്പെട്ടിരുന്നത് കുരക്കേനി. കൊല്ലം പട്ടണത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന പ്രാചീന കൃതികൾ ശുഗ സന്ദേശം, ഉണ്ണുനീലി സന്ദേശം. കൊല്ലം നഗരം പണികഴിപ്പിച്ചത് സാഹ്പീർ ഈസോ, സിറിയൻ സഞ്ചാരിയാണ്. കേരളത്തിലെ ഏറ്റവും നല്ല നഗരം എന്ന കൊല്ലത്തെ വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. കൊല്ലത്തെപ്പറ്റി പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥം ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. രചിച്ചത് കോസ്മസ് ഇൻഡിക്കോ പിസ്റ്റസ്. കൊല്ലത്തെ ആദ്യമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ 1502. പ്രാചീന കാലത്ത് ചൈനയുമായി വിപുലമായ വ്യാപാര ബന്ധമുണ്ടായിരുന്ന സ്ഥലമാണ് കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം കൊല്ലം. ഫസ്റ്റ് വന്നിട്ട് കൊച്ചി. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാത കൊല്ലം ടു ചെങ്കോട്ട 1904. കൊല്ലം ടു ചെങ്കോട്ട റെയിൽവേ പാത കടന്നുപോകുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. പഞ്ചായത്ത് വന്നിട്ട് കുളത്തുപുഴ. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ചെമ്മീൻ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ജില്ല. മധുര റെയിൽവേ ഡിവിഷൻ്റെ കീഴിലുള്ള കേരളത്തിലെ ഏക ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല. കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.